Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എങ്ങനെയായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല മാം. ഫസ്റ്റ് ഡേ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതുണ്ട്. സെക്കൻഡ് ഡേ ഒക്കെ ആയിരുന്നു. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ എങ്ങനെയാ എന്താ സബ്മിറ്റ് ആവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു. അവിടെ വെച്ചെങ്കിൽ സ്റ്റക്ക് ആയി പോവോ. അപ്പൊ സെക്കൻഡ് ഡേ പിന്നെ ഫസ്റ്റ് ഡേ കുറച്ച് എക്സ്പീരിയൻസ് ആയപ്പോ സെക്കൻഡ് ഡേ പിന്നെ കൂളായിരുന്നു. അത് കുഴപ്പമില്ല. സബ്മിറ്റ് ആയില്ല, ലിങ്ക് കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ മതി. റിസൾട്ട് എന്ന് വരുന്ന മിസ്സിന് അറിയില്ല, അത് ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എളുപ്പമുണ്ടായിരുന്നു. നല്ല എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് പഠിക്കാൻ പറഞ്ഞത് അതുപോലെ തന്നെ അല്ലെ? ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിരുന്നു. മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ? മോക്ക് ടെസ്റ്റ് പഠിച്ചവർക്ക് എളുപ്പമുണ്ടായിരിക്കും. പഠിച്ചാ ഫുള്ളും വാങ്ങിക്കാം. പക്ഷെ അറിയുന്നതിലോ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. പിന്നെ അത് മനസ്സിലായി. ഓ, അറിയുന്നത് മിസ്റ്റേക്ക് വരുത്തി. സാരല്ല, നമുക്ക് അടുത്ത എക്സാം നോക്കാം. നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോ ഞാൻ ഒന്നും കൂടി പറയണേണ്, നമ്മുടെ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾ പോലെ എല്ലാ തേർഡും ഫോർത്തും മൊഡ്യൂൾ ഒക്കെ പഠിപ്പിക്കാൻ പറയുന്നതല്ല. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ പഠിച്ചു പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റും സെക്കൻഡും കൂടി ഇത്തിരി എളുപ്പമായിരുന്നു. ചിലപ്പോ 2-3 പേജ് ഉണ്ടാവുള്ളൂ. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ചിലപ്പോ വായിച്ചിട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് അങ്ങനെയുള്ള കണ്ടന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും മിസ്സുമാര് പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. പിന്നെ അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാണ് തന്നെയെങ്കിലും ഒന്ന് വായിച്ചെങ്കിലും വെക്കാം, മനസ്സിൽ കേൾക്കാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡും ഫോർത്തും മൊഡ്യൂൾ എളുപ്പമായിരിക്കും. ഈ ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോ നമുക്ക് കേൾക്കുമ്പോൾ ബോറടിക്കും, ചിലപ്പോൾ മനസ്സിലാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് പറയുന്നത്, അന്നാന്ന് തന്നെ എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ വായിച്ചു പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂൾ ആണ് മിസ് എടുക്കുന്നത്. ഫസ്റ്റ് എടുക്കുന്നത് ചാപ്റ്റർ 12 ഓഡിറ്റ് ആണ് കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ആർക്കെങ്കിലും കിട്ടാത്തതോ അങ്ങനെ ഉണ്ടെങ്കിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞേട്ടോ. 114. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിറ്റ് എന്താണ് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും? ഓഡിറ്റ് കേട്ടിട്ടുണ്ടോ? ഓഡിറ്റിനെ കുറിച്ച് എന്താണ് ഓഡിറ്റ്? എന്താണ് നിങ്ങളുടെ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെയുള്ള അംഗങ്ങളൊക്കെ ആണെങ്കിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ ഓഡിറ്റ്. ഗുഡ് മോർണിംഗ്. അസസ്മെന്റ് ആണല്ലേ, വിലയിരുത്തല്. കണക്കെടുപ്പാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം കണക്ക് കാര്യങ്ങൾ അല്ലെ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓഡിറ്റ് പറയുന്നത്. കറക്റ്റ് ആണോ കണക്ക് വിവരങ്ങള് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ, കണക്കുകളൊക്കെ കറക്റ്റ് ആണോ നോക്കുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ അതാണ് ജനറൽ ആയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങള്. ഇനി ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ കണക്ക് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവിടെ നോക്കുന്നത് എന്തായിരിക്കും പറയാൻ പറ്റുമോ? ഇന്നലെ ഗസ് ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരിക്കും അവിടെ നോക്കുന്നത്? ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ക്ലൂ തന്നിട്ടുണ്ട് മിസ്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോ എന്തായിരിക്കാം അവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ. അക്കൗണ്ട്സ് നോക്കും. പിന്നെ കറക്റ്റ് ആണ്, അക്കൗണ്ട്സ് നോക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ക്വാളിറ്റി അല്ലേ,
അവിടെ കൊടുക്കുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റി അത് ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതുപോലെ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് നടത്തുമ്പോൾ അവിടെ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ്. കണക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിനോടൊപ്പം എന്തും കൂടിയാണ് അവർ ശ്രദ്ധ വെക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓഡിറ്റിംഗുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓഡിറ്റിംഗിൽ അവർ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കുന്നത് എന്താണ്? രോഗികൾക്ക് കൊടുക്കുന്ന കെയറില് നല്ല ക്വാളിറ്റി കെയർ ആണോ കൊടുക്കുന്നത്, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനും ഓരോ കെയർ ട്രീറ്റ്മെന്റിന്റെ ആയാലും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതായാലും മറ്റു പല കെയറുകളായാലും നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അവർ കൊടുക്കുന്നുണ്ടോ എന്ന് അസസ്മെന്റ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മളുടെ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തില് ഇത്ര സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ടുണ്ടാവും. ഓരോ ഹോസ്പിറ്റലിലും ഇത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പൊ ആ നിലവാരം ഹോസ്പിറ്റലിൽ പുലർത്തുന്നുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾക്ക് കൊടുക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട് ആ നിലവാരത്തില് അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡില് ആ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടോ എന്നുകൂടി ഇവിടെ നോക്കുന്നുണ്ട്, ഓഡിറ്റില് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെയാണോ? ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കണക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി പ്രധാനമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നത് എന്താണ്? രോഗികൾക്ക് കൊടുക്കുന്ന കെയർ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി നല്ല നിലവാരത്തോട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് ഇവര് ആ നിലവാരം പുലർത്തുന്നുണ്ടോ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സിലോട്ട് എത്തുന്നുണ്ടോ എന്ന് കൂടി അസസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഓഡിറ്റ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മനസ്സിലാവാത്തതുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ നോക്കിക്കോളൂ കേട്ടോ. A systematic and critical assessment of the planning, delivery and evaluation of services with regard to efficiency, effectiveness and quality within given resources. It is the assessment of data, documents and resources to inspect performance of system if meet specified standards. എന്താണ് ഡെഫിനിഷനിൽ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. A systematic and critical assessment of planning, delivery and evaluation of services with regard to efficiency, effectiveness and quality within given resources. എന്താണ് അതിന്റെ മീനിങ്? എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? വായിക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിന്റെ മീനിങ്. ഇത് വായിച്ചപ്പോ എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞപ്പോ ഒന്നും ക്ലിയർ ആയില്ലേ? എന്താണ് മിസ് പറഞ്ഞത്? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം കേട്ടോ. ഹോസ്പിറ്റലിൽ കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് കെയർ കൊടുക്കുന്നത്? ആരൊക്കെയാണ് ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടാവും കെയർ കൊടുക്കാനായിട്ട്? ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ നഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ അതർ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ? ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, വേറെ മറ്റു പല സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ? ഇവര് കൊടുക്കുന്ന സർവീസ് ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് ആയാലും
നഴ്സുമാരായാലും മറ്റു പല സ്റ്റാഫുകളായാലും കൊടുക്കുന്ന സർവീസ് എന്തുണ്ട്? സർവീസിന് എന്ത് വേണം? എന്താ വേണ്ടത്? ഇത് വേണം, ക്വാളിറ്റി വേണം അല്ലെ, അല്ലെങ്കിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ട് വേണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് ക്വാളിറ്റിയോട് കൂടിയിട്ട് മെഡിസിൻസ് കൊടുക്കാവുന്നതാണ് അല്ലെ. അതല്ലേ എന്താണ് അവിടെ അഡ്മിറ്റ് ആയ അല്ലെങ്കിൽ അവിടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? നല്ല രീതിയിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യണം. ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് നല്ല നിലവാരത്തോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് കൊടുക്കുന്ന കെയർ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങള് ടോട്ടലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കലായിട്ടും വിലയിരുത്തുന്ന രീതി, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണെന്ന്? ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു മനസ്സിലാവുന്ന രീതിയിലാണ് മിസ് പറഞ്ഞത്. കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കാട്ടോ അറിയാത്തവര്. ഓക്കെ, ഹോസ്പിറ്റലിലെ രോഗികൾക്ക് എന്തൊക്കെയാണ് നല്ല രീതിയിൽ കെയർ കൊടുക്കണം അല്ലെ, ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം കെയർ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മെഡിസിൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെഡിസിൻസ് വേണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ രോഗികൾക്ക് കൊടുക്കുന്ന കെയർ ടോട്ടലായിട്ടും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും ക്രിട്ടിക്കലായിട്ടും അതുപോലെ തന്നെ എന്താണ് എല്ലാം കൂടി എല്ലാ രീതിയിലും നല്ല രീതിയിൽ വിലയിരുത്തുന്ന ഒരു രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ടോട്ടലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും എന്താണ് ക്രിട്ടിക്കലായിട്ടും വിലയിരുത്തുന്ന രീതിയാണ് ഓഡിറ്റ്. മനസ്സിലായോ? ഓക്കെ ആണോ? ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, മറ്റു പല സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അവര് രോഗികൾക്ക് കൊടുക്കുന്ന കെയർ എങ്ങനെയായിരിക്കണം? ക്വാളിറ്റിയോടെ വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കുമ്പോൾ മെഡിസിൻ അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള മെഡിസിൻ ആയിരിക്കണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടോട്ടലായിട്ടും കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ക്രിട്ടിക്കലായിട്ടും അസസ്മെന്റ് ചെയ്യുന്ന വിലയിരുത്തുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കിയേ. ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ഡാറ്റ, document and resources to inspect performance of systems if meets specified standards. എന്താ പറഞ്ഞത്? It is the assessment of data, documents and resources to inspect performance of systems if meets specified standards. അതിന്റെ മീനിങ് മിസ് വായിക്കാം. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതി, അതുകൂടിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതി കൂടിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയാം. എന്താണ്? ഡാറ്റ, രേഖകള്, അതുപോലെ തന്നെ ഉറവിടങ്ങള് എന്നിവയുടെ വിലയിരുത്തലിലൂടെയാണ് ഓഡിറ്റ് നടത്തപ്പെടുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത്? എങ്ങനെയാണ്? പല രീതിയിലുള്ള ഡാറ്റകൾ ഉണ്ടാവും, പല ഡോക്യുമെന്റ്സ് ഉണ്ടാവും, പല റിസോഴ്സസുകളിലൂടെ. അപ്പോ ഈ 3 കാര്യങ്ങളിലൂടെയും നമ്മളത് നോക്കി പരിശോധിച്ചിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത് അല്ലെ. അങ്ങനെയല്ലേ? ഇപ്പൊ കുടുംബശ്രീയിലായാലും എങ്ങനെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഓഡിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. കണക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് ആ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് അവർ ചെയ്യാറ് ഓഡിറ്റിങ്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടും പല രേഖകൾ ഉണ്ടാവും, പല ഡോക്യുമെന്റ്സ് ഉണ്ടാവും, പല റിസോഴ്സസുകൾ ഉണ്ടാവും അല്ലെ. അതിലൂടെ എല്ലാം നോക്കി പരിശോധിച്ച്
കൃത്യമായിട്ട് അവര് ഒരു വിലയിരുത്തുന്ന രീതി, അതിനെ നമുക്ക് ഓഡിറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി എന്താണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റയുടെ സഹായത്തോടു കൂടി, രേഖകളുടെ സഹായത്തോടു കൂടി, അല്ലെ, ഡോക്യുമെന്റ്സിന്റെ സഹായത്തോടു കൂടി, പല റിസോഴ്സസുകളുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഓഡിറ്റ് നടത്തുന്നത്. ക്ലിയർ ആയോ? 2 സെന്റൻസും ഓക്കെയാണോ? ഡെഫിനിഷനിലെ 2 സെന്റൻസ് ഇതും കൂടി ഒന്ന് കൃത്യമായിട്ട് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അവിടെ എന്റെ ഇടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചാൽ മതി. പേഷ്യന്റ് രജിസ്റ്റർ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത്? പേഷ്യന്റ് രജിസ്റ്റർ, അല്ലെ, പേഷ്യൻസ് രജിസ്റ്ററും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ ആണോ? നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? പുറത്തുനിന്ന് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, കൃത്യമായിട്ട് കേൾക്കുന്നില്ല വോയിസ് മിസ്സിന്റെ? ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ആ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞത്? എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദ പ്ലാനിംഗ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസ് with regard to efficiency, effectiveness and quality within given resources. It is the assessment of data, documents and resources to inspect performance of systems if meets specified standards. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള കെയർ വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന കെയർ ആയാലും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിലായാലും നല്ല ക്വാളിറ്റിയോടെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് വേണം രോഗികൾക്ക് കെയർ കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടോട്ടലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കലായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡ് സെന്റൻസിൽ പറഞ്ഞത്? ഡാറ്റയുടെ സഹായത്തോടു കൂടി, പല ഡോക്യുമെന്റ്സ്, അല്ലെ, രേഖകളുടെ സഹായത്തോടു കൂടി, പല റിസോഴ്സസിന്റെ സഹായത്തോടു കൂടിയാണ് ഓഡിറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റ് രജിസ്റ്ററും കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കാം കേട്ടോ. പേഷ്യൻസ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡെഫിനിഷൻ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് നോക്കിയേ. ഇൻ ഹെൽത്ത് കെയർ is a process used by health professionals to estimate, evaluate and refine care of patients in a systematic way. എന്താണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്? എന്താണ്? ഒരു ചിട്ടയായിട്ടുള്ള, അല്ലെ, ചിട്ടയായിട്ടുള്ള രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും, അതാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവാലുവേഷന്റെ മീനിങ് ആണ് വിലയിരുത്തുക. വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ നൽകിയിരിക്കുന്നത് കേട്ടോ. എന്താണ് അതിന്റെ മീനിങ് പറയുന്നത്? ഹെൽത്ത് കെയർ എന്നത് എന്താണ്? ഒരു ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. Audit calculates current practice against the defined standards. It belongs to clinical governance, which aim at safeguarding a high quality of clinical care for patients. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ? ഓഡിറ്റ് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഓഡിറ്റ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്?
ഒരു ഹോസ്പിറ്റലിനും ചില സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് അവരുടെ സർവീസ് അല്ലെങ്കിൽ കെയർ എത്തുന്നുണ്ടോ, നല്ല രീതിയിൽ രോഗികളെ പരിചരിക്കുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡ്സിലോട്ട് അവരുടെ സർവീസ് എത്തുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന വിലയിരുത്തുന്ന രീതിയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ മെയിൻ എയിം എന്താണ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടാം. സേഫ് ഗാർഡിംഗ് a high quality of clinical care for patients. നല്ല രീതിയിൽ രോഗികൾക്ക് പരിചരണം കൊടുക്കാൻ, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്, രോഗികൾക്ക് പരിചരണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൂടിയിട്ട് അല്ലെ. ഓക്കെ, അതാണ് അതിന്റെ എയിം ആയിട്ട് പറയുന്നത്. അപ്പോ ആ സെന്റൻസിൽ, ആ പാരഗ്രാഫിൽ നമ്മൾ ഓഡിറ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്നത് ഒരു ചിട്ടയായ രീതിയിൽ രോഗികളെ പരിചരിക്കുന്നത്, ആ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഉപാധി അല്ലെങ്കിൽ പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കറണ്ട് ആയിട്ടുള്ള അല്ലെ ഇപ്പോഴുള്ള പെർഫോമൻസ് നോക്കിയിട്ട് സ്റ്റാൻഡേർഡ്സിലോട്ട്, ഓരോ ഹോസ്പിറ്റലും ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് ആ ഇപ്പോഴുള്ള പെർഫോമൻസ് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റല് ആ സ്റ്റാൻഡേർഡ്സിലോട്ട് എത്തുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ്. അതിന്റെ മെയിൻ എയിം എന്താണ്? നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് രോഗികൾക്ക് പരിചരണം പ്രൊവൈഡ് ചെയ്യാം, സേഫ്റ്റിയും ക്വാളിറ്റിയോട് കൂടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്തിനാണ് ഓഡിറ്റ് നടത്തുന്നത്? ഒന്നും കൂടി പറയണം. ആ പാരഗ്രാഫ് ആണോ? ഓക്കെ, പാരഗ്രാഫ് പറയാം. ഓഡിറ്റ് എന്താണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഓഡിറ്റ്? ഇൻ ഹെൽത്ത് കെയർ ഈസ് എ process used by health professionals to estimate, evaluate and refine care of patients in a systematic way. Health care എന്നത് ചിട്ടയായ രീതിയിൽ, സിസ്റ്റമാറ്റിക് വേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിട്ടയായ അല്ലെ, സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഹോസ്പിറ്റലിനും ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ രോഗികൾക്ക് കൊടുക്കുന്ന കറണ്ട് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇപ്പോൾ രോഗികൾക്ക് കൊടുക്കുന്ന സർവീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിനും ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ്സ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് ഇപ്പോഴുള്ള പ്രാക്ടീസ്, കറണ്ട് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന സർവീസുകൾ എത്തുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ മെയിൻ എയിം എന്താണ്? സേഫ് ഗാർഡിംഗ് ഹൈ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഫോർ പേഷ്യൻസ്. രോഗികൾക്ക് കൊടുക്കുന്ന കെയർ ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ട് സേഫ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് വൈ ഓഡിറ്റ്. വൈ ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് എന്തിനാണ്? കുറച്ച് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻസ് എല്ലാവർക്കും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. സസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റെയിൻ നിലനിർത്തുക അല്ലെ, ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഇനി എന്താണ്? Define reputation of staff, organizer and health hospital. Okay, define reputation. Reputation എന്താണ്? പദവി അല്ലെ, സ്റ്റാഫുകളുടെ, അതുപോലെ തന്നെ ഓർഗനൈസറിന്റെ, അടുത്ത മാനേജേഴ്സ് ഉണ്ടാവുമല്ലോ അവരുടെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഒക്കെ പദവി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് നടത്തുന്നുണ്ട്. നമ്മൾ സമൂഹത്തിൽ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് എല്ലാവരും എവിടേക്കാ പോവാം? പേഷ്യൻസ് ഒക്കെ ആ ഹോസ്പിറ്റലിലോട്ട് പോകും അല്ലെ.
അപ്പൊ എന്താണ്, നല്ല ഹോസ്പിറ്റലാണ്, നല്ല സർവീസ് ആണെന്ന് എല്ലാവരും പറയും. അതുപോലെ തന്നെ സമൂഹത്തില് ആ ഹോസ്പിറ്റലിന്റെ പദവി ഉയർത്താനായിട്ട് ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇനി ഡിഫറെന്റ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത്, ഭാവിയിൽ കറണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഭാവി. ഇപ്പോഴുള്ളതും അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള ഫിനാൻഷ്യൽ നഷ്ടത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അത് തടയാനായിട്ട് ഈ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇനി റിഫൈൻഡ് ക്വാളിറ്റി എന്താണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നല്ല രീതിയിൽ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഓഡിറ്റ് സഹായിക്കുന്നു. യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. ഇനി നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇൻസ്പയർസ് ടീം വർക്ക്. എന്താണ്, എല്ലാവരും അല്ലെ, എല്ലാവരും ഒരുമിച്ച് കൂടി, ഇപ്പൊ ഡോക്ടേഴ്സ് തൊട്ട് എന്താണ് ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്, ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇംപ്രൂവ് പേഷ്യന്റ് കെയർ. നമുക്കറിയാം പേഷ്യന്റിന് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം കെയർ കൊടുക്കാനായിട്ട്. അത് നല്ല ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണ്ടതായിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഓഡിറ്റിലൂടെ ഐഡന്റിഫൈ ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെ, നമ്മൾ പീരിയോഡിക്കലി ഓഡിറ്റ് നടത്തുന്നതിലൂടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, ബിക്കം നെസസറി ഫോർ മീറ്റിംഗ് ലിറ്റിഗേഷൻ അണ്ടർ CPA. CPA എന്ന് പറഞ്ഞാല് കെയർ പ്രോഗ്രാം അപ്രോച്ച്. കെയർ പ്രോഗ്രാം അപ്രോച്ച്. കെയർ പ്രോഗ്രാം അപ്രോച്ച്. പേഷ്യൻസിന് ഇപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ്സ് നമ്മുടെ സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയാണ് തീർപ്പാക്കുന്നത്, ഈ കെയർ പ്രോഗ്രാം അപ്രോച്ചിൽ CPAയുടെ കീഴിലാണ് അത് തീർപ്പാക്കുന്നത്. പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ CPAയുടെ കീഴിലാണ് അത് തീർപ്പാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വൈ ഓഡിറ്റിൽ വരുന്നത്. Sustain data quality, defend reputation of staff, organizer and hospital, defend current and future funding, refine quality, useful for clinical improvement, inspire teamwork, improves patient care, financial benefits, become necessary for meeting litigation under CPA. CPA എന്ന് പറഞ്ഞാല് കെയർ പ്രോഗ്രാം അപ്രോച്ച്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡെഫിനിഷൻ തൊട്ട് ഇത്രയും വരെ കൊടുത്തത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. Care program approach, CPA.
ഓക്കെ ആണോ? ഡെഫിനിഷൻ മുതൽ വൈ ഓഡിറ്റ് വരെയും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഓഡിറ്റ്സ്, കുറച്ച് ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓഡിറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഇനി ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? വാട്ട് യു മീൻ ബൈ ഇന്റേണൽ ഓഡിറ്റ് നോക്കാം. An internal audit is an independent evaluation to provide guarantee to the organization that its financial and operational controls are adequate. This procedure comprises organizational policies and procedure proportional to required complaints demand. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ. അണ്ടർലൈൻ ചെയ്തേ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു സ്വതന്ത്രമായ വിലയിരുത്തലാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് ഗ്യാരണ്ടി നൽകുന്നുണ്ട് അല്ലെ ഓർഗനൈസേഷൻ. ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ കൺട്രോളുമായിട്ട് അതൊരു നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്യാരണ്ടി ആണ് ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ that its financial and operational controls are adequate. ഇനി നോക്കിയേ, these procedures comprise organizational policies and procedures proportional to required complaints demand. ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും അനുതാപത്തിലാണോ? പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാല് അനുതാപത്തില്. അപ്പൊ അനുതാപത്തിലാണോ അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ എന്താണ്? ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും അനുതാപത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ പറയാം കേട്ടോ. ഓക്കെ, ചെറുതാക്കി പറഞ്ഞു തരാം. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാത്തരം പ്രവർത്തനങ്ങൾ, എക്കണോമിക് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ തരം ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരം പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഓപ്പറേഷണൽ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ എക്കണോമിക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡേ ടു ഡേ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയോ? ഇന്റേണൽ എന്ന് പറയുമ്പോൾ ആരായിരിക്കും ചെയ്യുന്നത്? ഗസ് ചെയ്യാൻ പറ്റുമോ? ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരായിരിക്കും? ആരായിരിക്കും ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്? ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ ഉള്ളിലുള്ള സ്റ്റാഫുകളായിരിക്കും അത് നടത്തുന്നത് കേട്ടോ. ഓക്കെ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാ തരം പ്രവർത്തനങ്ങൾ അല്ലെ, എന്താണ്? ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ,
അങ്ങനെയുള്ള എല്ലാ തരം ഡേ ടു ഡേ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് നടക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകൾ തന്നെയാണ്. അതിന് പ്രത്യേകം സ്റ്റാഫുകളെ നിയോഗിച്ചിട്ടുണ്ടാവും, അവരാണ് അത് ചെയ്യുന്നത്. ഓക്കെ ആണോ ഇന്റേണൽ ഓഡിറ്റ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. External audits are used to evaluate certain aspects of characteristics of a healthcare providing organization against specified standards. Accordingly, the implementation of an external audit needs an external standards and cooperation from beyond the hospital and this distinguish from them from internal audits. എന്താണ് external audits എന്ന് പറഞ്ഞാല്? External audits are used to evaluate certain aspects of characteristics of a healthcare providing organization against specified standards. നമുക്കറിയാം കൃത്യമായിട്ട് അതിൽ പറയുന്നത് എന്താണ്? ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഹോസ്പിറ്റലിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ഹോസ്പിറ്റലിന്റെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകള് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. കൃത്യമായിട്ട് പറയാം, ഒരു ഹോസ്പിറ്റലും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. എല്ലാ ഹോസ്പിറ്റലും ഒരുപോലെയുള്ള ക്രൈറ്റീരിയാസ് ആയിരിക്കില്ല. എല്ലാ ഹോസ്പിറ്റലും അല്ലെങ്കിൽ പല ഹോസ്പിറ്റലായാലും എന്താണ്, പല പല ക്രൈറ്റീരിയാസ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുകൂടെയും പറയാം, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പല ഹോസ്പിറ്റൽസും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? പല ഹോസ്പിറ്റൽസും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ സ്വഭാവ സവിശേഷതകളെ വിലയിരുത്തുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ആരാണെന്നറിയോ? ഗസ് ചെയ്യാൻ പറ്റോ? എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്ന വ്യക്തികള് ആരായിരിക്കും? ഹോസ്പിറ്റലിനുള്ളിൽ നിന്നുള്ള സ്റ്റാഫുകളായിരിക്കോ അല്ലെങ്കിൽ വെരി ഗുഡ്, ഹോസ്പിറ്റലിനും പുറത്തുള്ള സ്റ്റാഫുകളാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് കേട്ടോ, നടത്തുന്നത്. ക്ലിയർ ആണോ? എക്സ്റ്റേണൽ ഓഡിറ്റും ഇന്റേണൽ ഓഡിറ്റും ഒന്ന് വാങ്ങിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മിസ് പറയുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം. അപ്പൊ വായിക്കുമ്പോ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ എഴുതി വെച്ചില്ലാന്നുണ്ടെങ്കിൽ എക്സാമിനൊക്കെ എടുത്ത് വായിച്ചപ്പോ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാവാനായിട്ട്.
ഓക്കെ ആണോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ്. കുറെ ഓഡിറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ, ക്ലിയർ ആണോ എന്നുള്ളത്. നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ ഓഡിറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ ഓഡിറ്റ് ഈസ് defined as the assessment of medical care in retrospect through scrutiny of medical records. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? defined as the assessment of medical care in retrospect through scrutiny of medical records. retrospect എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? തിരിഞ്ഞു നോട്ടം. ഓക്കെ, തിരിഞ്ഞു നോട്ടം. ഇപ്പൊ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലയളവില് വൈദ്യ പരിചരണം നിലനിർത്തുന്നു. മനസ്സിലായോ? മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളില് വൈദ്യ പരിചരണം ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? എന്താണ് കൺസെപ്റ്റ് എന്ന്? എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളില് വൈദ്യ പരിചരണം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഈ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ആ 1000 എണ്ണം നോക്കി വിലയിരുത്തി അതൊക്കെ അതിന്റെ ഡോക്യുമെന്റ്സ് അതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മുൻകാലങ്ങളില് എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് അതിന്റെ ബേസിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിച്ച് മുൻകാലങ്ങളില് എങ്ങനെയാണ് പേഷ്യൻസിനെ പരിശോധിച്ചത് എന്ന്, ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ പരിശോധിച്ചത്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു, അതിന്റെ ബേസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം ഡോക്ടേഴ്സ് മുൻകാലങ്ങളില് എങ്ങനെയാണ് പേഷ്യൻസിനെ പരിചരിച്ചിരുന്നത്, അവർക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നൽകിയിരുന്നത്, അതിന്റെ ബേസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിൽ വൈദ്യ പരിചരണം ഇവാലുവേറ്റ് ചെയ്യുന്നത്. 1000 മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളതെങ്കിൽ അതെല്ലാം പരിശോധിച്ച് വിലയിരുത്തി ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ കാലങ്ങളില് പരിചരിച്ചിരുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഇറ്റ് ഈസ് എ പ്ലാന്റ് അനാലിസിസ് പ്രോഗ്രാം which clearly monitors and evaluates the clinical performance of all practitioners recorded by qualified professional staffs to identify, examine or verify the performance using accepted criteria. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായിട്ട് നിരീക്ഷിക്കാനും വിലയിരുത്താനും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഇവിടെ പറയാം, എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായിട്ട് നിരീക്ഷിക്കാനും വിലയിരുത്താനും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് എന്ത്? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി പ്രത്യേകം നിയമിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും, അവരാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, നടത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കൽ പ്രകടനം അല്ലെ, ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായിട്ട് നിരീക്ഷിക്കാനും ഒബ്സർവ് ചെയ്യാനും വിലയിരുത്താനും ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി പ്രത്യേകം നിയമിച്ച സ്റ്റാഫുകൾ ഉണ്ടാവും, അവരാണ് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? PDF കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ. ഓക്കെ, ചിലപ്പോ നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ, അതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മെഡിക്കൽ ഓഡിറ്റ് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റ്. Clinical audit covers all features of clinical care, including that provided by nursing and paramedical staff. Clinical audit എന്ന് പറഞ്ഞാൽ എന്താണ്? Covers all features of clinical care, including that provided by nursing and paramedical staff. Nurse, അതുപോലെ തന്നെ നഴ്സുമാര്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകള് എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്? നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? എ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ്. ഇതൊരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് അല്ലെ. ടു ട്രൈസ് ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ, പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ആൻഡ് ഇഫക്റ്റീവ് സിസ്റ്റമാറ്റിക് അനാലിസിസ് of care of the healthcare team against the clear-cut area and the implementation of change. ഇനി സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ, ഒരു ചിട്ടയായിട്ടുള്ള വിലയിരുത്തലിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്ന രീതിയിൽ കൂടിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്താ പറഞ്ഞത്? സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അതുകൂടിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ്. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ക്വാളിറ്റി നിലനിർത്താനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട്, പേഷ്യൻസിന് കൊടുക്കുന്ന നല്ല രീതിയിലുള്ള കെയർ നല്ല രീതിയിൽ നിലനിർത്താനും അതുപോലെ തന്നെ അത് ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ കൂടിയാണ് ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. Okay, watch again.
ഓക്കെ ആണെങ്കിൽ കമന്റ് ഇടാട്ടോ, ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, ഇനി ഓർഗനൈസേഷണൽ ഓഡിറ്റ് ആണ്. ലാസ്റ്റ് വൺ ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. എന്തായിരിക്കാം ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? ഓർഗനൈസേഷണൽ ഓഡിറ്റ് മീൻസ് investigation of practice like appointment system, policies, procedures, practice, standards which are considered as primarily administrative functions. എന്താണ് വായിച്ചപ്പോ മനസ്സിലായ? ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്താണ്? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. എന്തായിരിക്കാം പറയാൻ പറ്റുമോ? ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്താണെന്ന്, എന്തിനെയൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പിന്നെ ഏതൊക്കെയാണ്? ഇതൊക്കെ വരും ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. വെരി ഗുഡ്. എന്താണ്? പോളിസീസ് ഉണ്ടാവും, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ് അല്ലെ, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, മാനദണ്ഡങ്ങൾ എല്ലാം ഉണ്ടാവും അല്ലെ. ഓർഗനൈസേഷൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിനും പല പല സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പല പല സ്റ്റാൻഡേർഡ്സ്, ഗൈഡ് ലൈൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ് എന്നിവ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പല അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്, അതുപോലെ പോളിസീസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ക്ലിയർ ആയോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എടുക്കാം നമുക്ക്. ഇത്ര വരെ നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പഠിച്ചത് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, മെഡിക്കൽ ഓഡിറ്റ്, ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ എന്താണെന്നുള്ളത്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണ്, അതുപോലെ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്താണ്, ഓരോ ക്വസ്റ്റ്യനും വരും. ചിലപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കാം ഓരോ ഓഡിറ്റിന്റെ. അപ്പൊ ഓരോന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് അല്ലെ, അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നതാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഓഡിറ്റ് ചോദിക്കാറുണ്ട്. സെന്റൻസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ റെസ്പെക്ട് through scrutiny of medical reports. അതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് മനസ്സിലാക്കി വെച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇത്ര വരെയാണ് മിസ് എടുക്കുന്നത്. ഓക്കെ അല്ല? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാട്ടോ ഓരോ കാര്യങ്ങളും. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് പോലെയല്ല കുട്ടികളി കളിക്കരുത് എല്ലാവരും. ഓക്കെ, ബുദ്ധിമുട്ടുണ്ട് പഠിക്കാനായിട്ട്. ചിലപ്പോ നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്കായാലും കേട്ടിരിക്കുന്ന നിങ്ങൾക്കായാലും ബോറടിക്കും, ചിലപ്പോ മനസ്സിലാവില്ല. അപ്പൊ ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്ന രീതിയിൽ അപ്പൊ തന്നെ എഴുതി വെക്കാം, പഠിക്കാം. അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു പോകണം. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.